ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഒരു ഈസി കുക്കർ ഗീ റൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനും ഇരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഞാൻ ഈ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ കൈമ റൈസ് ആണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഈ റൈസ് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് കുക്കർ ഗീ റൈസ് പെർഫെക്റ്റായിട്ട് കിട്ടാറുള്ളത്. മറ്റ് ബ്രാൻഡുകളുടെ റൈസ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ വേവ് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ റെസിപ്പി ചെയ്യുമ്പോൾ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ കൈമ റൈസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുക്കർ ചൂടാക്കാം. ചൂടായ കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ 1/2 ടീസ്പൂൺ പെരുംജീരകം, 1 ഏലക്ക, 2 ഗ്രാമ്പൂ, 1 ചെറിയ കഷ്ണം പട്ട, 1 ചെറിയ കഷ്ണം ജാതിപത്രി, 1 ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുക്കാം. ജാതിപത്രി നിർബന്ധമില്ല, കയ്യിലുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ മാറിയതിന് ശേഷം നമുക്ക് 1 മീഡിയം സൈസ്ഡ് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. സവാള ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി അതൊന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. അത് ഒരുപാട് വഴണ്ട് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മാത്രം മതി. ഞാനിവിടെ ഗീ റൈസ് ഉണ്ടാക്കുന്നത് 1 കപ്പ് കൈമ റൈസ് ഉപയോഗിച്ചാണ്. 1 കപ്പ് കൈമ റൈസ് നമുക്ക് 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് ഡ്രെയിൻ ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയെടുത്ത് വെക്കണം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കൈമ റൈസിന് ഞാൻ 1.25 കപ്പ് വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ നമ്മളത് മെഷറിംഗ് കപ്പിലൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കുന്ന കപ്പോ ആയാൽ മതി. ഏത് കപ്പിലാണ് റൈസ് മെഷർ ചെയ്യുന്നത് അതേ കപ്പിൽ തന്നെ വെള്ളം കൂടെ മെഷർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ സവാളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വെള്ളം ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഉപ്പ് അല്പം മുന്നോട്ട് നിൽക്കണം. എന്നാലേ നമ്മുടെ അരിയിൽ നമ്മൾ വെന്ത് വരുമ്പോൾ നമ്മുടെ ഗീ റൈസിൽ അതിൻ്റെ ഉപ്പ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 20 മിനിറ്റ് സോക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ച 1 കപ്പ് കൈമ റൈസ് ചേർത്ത് കൊടുക്കാം. കൈമ റൈസ് ചേർത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുക്കർ അടയ്ക്കാം. കുക്കർ ഹൈ ഫ്ലെയിമിൽ 3 വിസിലാണ് കണക്ക്. എൻ്റെ കുക്കറിൽ 3 വിസിൽ തുടരെയാണ് വരുന്നത്. അങ്ങനെയല്ല നിങ്ങളുടെ കുക്കറിൽ വരുന്നതെങ്കിൽ 1 വിസിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. തുടരെയാണെങ്കിൽ 3 വിസിൽ വന്നിട്ട് നിങ്ങൾക്ക് കുക്കർ ഓഫ് ചെയ്യാം. കുക്കർ ഓഫ് ചെയ്ത് കുക്കറിൻ്റെ പ്രഷറൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ ഗീ റൈസ് പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്കിത് ഒന്ന് ഇളക്കി നോക്കാം. ഇത് വെന്ത് കുഴഞ്ഞു പോയിട്ട് ഒന്നുമില്ല, കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസ് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഈ പെർഫെക്ഷനിൽ കുക്കായിട്ട് കിട്ടാറുള്ളത്. അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡുകൾ ഉപയോഗിച്ചപ്പോൾ എനിക്ക് കുഴഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഗീ റൈസ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സവാള റോസ്റ്റ് ചെയ്തതും കാഷ്യൂനട്ട് റോസ്റ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ കുക്കർ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ ലഞ്ച് ഇന്നിവിടെ കുക്കർ ഗീ റൈസും ബീഫ് റോസ്റ്റും പപ്പടവും സാലഡുമാണ്. ഇതിൻ്റെ കൂടെ ചിക്കൻ റോസ്റ്റും വളരെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്